ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം വിനിയോഗിക്കണം. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാൻ ദുരന്ത നിവാരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിൽ എന്താണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ഉത്തരവാണല്ലോ വരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ബാങ്ക് വായ്പ എടുത്ത ആളുകൾക്ക് ഒരു ആശ്വാസം പകരുന്ന ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് പറയാം. പക്ഷേ അപ്പോഴും അത് കോടതി വായ്പ എഴുതിത്തള്ളണം എന്ന് പരസ്യമായി ആ ഉത്തരവിൽ പറയുന്നില്ല. നേരെ മറിച്ച് ശക്തമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്: കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും തങ്ങൾക്കുള്ള വിവേചനാധികാരം ഉപയോഗിക്കണം. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാൻ ദുരന്ത നിവാരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഉപയോഗിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാകണം. ഇതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വായ്പ എഴുതിത്തള്ളാത്ത ബാങ്കുകളുടെ നടപടി ഹൃദയശൂന്യതയാണെന്നും കോടതി ഇന്നിപ്പോൾ പറയുന്നു. കേന്ദ്ര സർക്കാർ ക്ഷേമരാഷ്ട്രത്തിലെ ഭരണനിർവഹണം നടത്തുമെന്നാണ് തങ്ങൾ കരുതുന്നത് എന്ന് ഹൈക്കോടതി പറയുന്നു. ജീവിതം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഹൈക്കോടതി പറയുന്നു. എഴുതിത്തള്ളേണ്ടത് വലിയ തുകയല്ലെന്നും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു. അതിനൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതായത് അവധിക്കാലത്തേക്ക് കോടതി പോവുകയാണ്, അതിനു മുമ്പ് ഒരു ഇടക്കാല ഉത്തരവിടുന്നു, ആ വായ്പ എഴുതിത്തള്ളണം എന്നതാണ് നിർദ്ദേശം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര സർക്കാരും നിയമത്തിലുള്ള അധികാരം, ആ വിവേചനാധികാരം വിനിയോഗിക്കണം എന്നുള്ളതാണ്, വായ്പ എഴുതിത്തള്ളണം എന്നുള്ളതാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്.